അമീറാത്ത് ബൌഷർ മൗണ്ടൻ റോഡിൽ ഉയരവും ഭാരമേറിയ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി മസ്കറ്റ് മുനിസിപ്പാലിറ്റി. 3 ടൺ ഭാരമുള്ളതോ 3 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതോ ആയ വാഹനങ്ങളുടെ പ്രവേശനമാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉയര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. സുരക്ഷയും ഗതാഗതവും മെച്ചപ്പെടുത്തുന്നതിനാണ് ഇതെന്നും ഹെവി വാഹന ഡ്രൈവർമാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കാനും മസ്കറ്റ് മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു. റോഡിലെ ഉയര നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനായി കരാറുകാരിൽ നിന്ന് മുനിസിപ്പാലിറ്റി നേരത്തെ ബിഡുകൾ ക്ഷണിച്ചിരുന്നു. അമീറാത്ത് ബൌഷർ മൗണ്ടൻ റോഡിൽ ഹെവി വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട് ഗതാഗതം പലപ്പോഴും തടസ്സപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. അപകടങ്ങളിൽ പലതിലും ജീവനും പൊലിഞ്ഞിട്ടുണ്ട്. ഇത്തരം അപകടങ്ങളും ഗതാഗത തടസ്സവും ഒഴിവാക്കുന്നതിനായി അമീറാത്ത് ബൌഷർ വിലായത്തുകളെ ബന്ധിപ്പിച്ച് ബദൽ തുരങ്കപാത നിർമ്മിക്കണമെന്ന ആവശ്യവും പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. തുരങ്ക പദ്ധതിക്കായി ഈ വർഷം അനുബന്ധ ടെൻഡർ പ്രഖ്യാപിക്കണമെന്ന് ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിൽ ഒരുങ്ങുന്ന പദ്ധതിയിൽ മസ്കറ്റ് നഗരസഭ, ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം എന്നീ വിഭാഗങ്ങളും ചേർന്ന് പ്രവർത്തിക്കും. 2.6 കിലോമീറ്റർ ആയിരിക്കും തുരങ്കപാതയുടെ നീളം. തലസ്ഥാനത്തെ ഗതാഗത കുരുക്ക് അഴിക്കുന്നതിനും പാത ഗുണകരമാകും എന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. ടണൽ പാത അമീറാത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. വിനോദസഞ്ചാര വാണിജ്യ മേഖല വളരാനും വഴിയൊരുക്കും. നിലവിലെ റോഡിൽ പോലീസ് റോന്തു ചുറ്റൽ വർദ്ധിപ്പിക്കണമെന്നും പൊതുജനങ്ങൾ നിർദ്ദേശം വെക്കുന്നുണ്ട്.